50,000 രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ ഒരുപാട് സ്റ്റോക്കുള്ള ഒരു കിടിലൻ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അതായത് സാധാരണക്കാർ തിരയുന്ന എല്ലാത്തരം വാഹനങ്ങളും ഈ ഒരു ഷോറൂമിൽ നിലവിൽ അവൈലബിൾ ആണ്. നവംബർ മാസം സ്റ്റോക്കാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീട് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല വാഹനങ്ങൾ ലോ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ വാഹനങ്ങളും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രിയോണയുടെ യൂസർ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് മണലി എന്ന് പറയുന്ന സ്ഥലത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആണ് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. ഇത് 2006 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 29,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്നത് 1,20,000 രൂപ മാത്രമാണ്. ഇത് 2020 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. VX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1200 cc വരുന്ന പെട്രോൾ മാനുവലാണ്. 76,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോ, ABS എയർ ബാഗ്, പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറണ്ടി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,85,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് 2014 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. VX ആണ് വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 58,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. VXയിൽ 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെൻട്രലിലൊക്കെ അതുപോലെ തന്നെ ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടീഷൻ വാഹനമാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,30,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിലവിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെലിവറി സമയത്ത് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് കസ്റ്റമറിന്റെ കയ്യിലോട്ട് വാഹനം കൊടുക്കുക. ഇത് 2018 മോഡലും 19 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മാരുതിയുടെ ഓൾട്ടോ 800 ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. വെറും 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. അത്യാവശ്യം AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബാലൻസ് ടയറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,20,000 രൂപ മാത്രമാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. കൂടാതെ ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോഴും തലങ്ങും വിലങ്ങും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇത് 2012 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. അതും ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന വാഹനമാണെന്ന്. ഇത് VDI എന്ന് പറയുന്ന വേരിയന്റ് ആണ്. 75,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം കൂടിയാണ്. ഇത് അത്യാവശ്യം ഫീച്ചേഴ്സ് കൂടി വരുന്നുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, കംപ്ലൈന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,35,000 രൂപ മാത്രമാണ്. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഒരു 40,000 രൂപ 50,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോണും ചെയ്യാൻ പറ്റും. ഇത് 2008 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോയാണ്. LX ആണ് വേരിയന്റ്. അതായത് AC പവർ സ്റ്റിയറിംഗ് വരുന്ന വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 94,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്നത് 1,10,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റം ഉണ്ടാവും. ഇത് 2013 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. VX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,34,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും കച്ചവടമാകുമ്പോൾ. ഇത് 2008 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോയാണ്. LX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്നത് വെറും 1,00,000 രൂപ മാത്രമാണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇത് 2016 മോഡൽ ഡാറ്റ്സൺ കമ്പനിയുടെ റെഡിഗോ എന്ന് പറയുന്ന വാഹനമാണ്. T ഓപ്ഷനിലാണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 93,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,70,000 രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ ഇതിലും മാറ്റം ഉണ്ടാവും. ഇത് 2012 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ VX ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 62,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,11,000 രൂപ മാത്രമാണ്. ഇത് 2012
2022 മോഡൽ മാരുതിയുടെ ഈക്കോയാണ്. 5 സീറ്റർ AC ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 39,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,35,000 രൂപയാണ്. ഇത് 2007 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. VXA ആണ് വേരിയന്റ്. മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 82,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങൾ ക്ലിയർ ആണ്. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്, വേറെ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,45,000 രൂപയാണ്. ഇത് 2008 മോഡൽ ഹുണ്ടായുടെ സാൻഡ്രോ എന്ന് പറയുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്, കണ്ടീഷൻ വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപ മാത്രമാണ്. മാരുതിയുടെ വാഗനർ 2007 മോഡലും 2008 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. VXA ആണ് വേരിയന്റ് വരുന്നത്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. കണ്ടീഷൻ വാഹനമാണ്, റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് 1,26,000 രൂപ മാത്രമാണ്. 2011 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. LXA വേരിയന്റ്. നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോളും LPG യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. നിലവിൽ വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,20,000 രൂപ മാത്രമാണ്. ഇത് 2008 മോഡൽ മാരുതി സുസുക്കിയുടെ Zen Estilo എന്ന് പറയുന്ന വാഹനമാണ്. LXA ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 79,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനം തന്നെയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2007 മോഡലിൽ ഹ്യുണ്ടായുടെ സാൻഡ്രോ GLS ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 98,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. റണ്ണിങ് കണ്ടീഷനാണ്, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 70,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വാഹനത്തിൻ്റെതായിട്ട് പറയാൻ പോകുന്ന പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം വേറെ എവിടെയും കിട്ടില്ല. ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് 2016 മോഡലെ ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന് പറയുന്ന വാഹനമാണ്. മാഗ്നയാണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ഉണ്ട്, കണ്ടീഷൻ ടയർസ് ഉണ്ട്, വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. ഇതിന്റെ വിലയാണ് ഏറ്റവും ഹൈലൈറ്റ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കൊരു വാഹനം വേറെ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,85,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ കച്ചവടം ആകുമ്പോൾ ഇനിയും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് വെറും 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മാരുതി സുസുക്കിയുടെ ബിഗ് വാഗനർ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലിൽ വരുന്ന വാഹനമാണ് ഈ വാഗനർ. ഇത് 2020 മോഡൽ. നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. VXA 1200 cc പെട്രോൾ എഞ്ചിനാണ്. 60,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വാഹനത്തിനുണ്ട്. 4-door പവർ വിൻഡോ, ABS എയർ ബാഗ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വാഹനത്തിനുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പോരാത്തതിന് വാഹനത്തിൻ്റെതായിട്ട് ഫാൻസി നമ്പറാണ് 2838 എന്ന് പറയുന്ന ഫാൻസി നമ്പറാണ് വരുന്നത്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 5,20,000 രൂപ മാത്രമാണ്. ഇതിൽ തന്നെ നമുക്കൊരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. കൂടാതെ 6 മാസത്തെ വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. അതിനർത്ഥം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. ഇത് 2014 മോഡലിൽ മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. LXA ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 83,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ വാഹനമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ 1617 എന്ന് പറയുന്ന ഫാൻസി നമ്പറാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,91,000 രൂപ മാത്രമാണ്. ഇത് നമുക്ക് 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. ഇത് 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,45,000 രൂപ മാത്രമാണ്. ഇതിന് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. ഏകദേശം ഒരു 45,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഇത് 2019 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ ആണ്. VXA ആണ് വേരിയന്റ്. നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 45,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,70,000 രൂപ മാത്രമാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയതിലും മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഈ വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് 6 മാസത്തെ വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. അതുകൊണ്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫൈഡ് വാഹനമാണ്. പോരാത്തതിന് 8283 എന്ന് പറയുന്ന ഫാൻസി നമ്പർ കൂടിയുള്ള ഒരു വാഹനം കൂടിയാണ്. ഇത് 2020 മോഡൽ മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനമാണ്. സീറ്റ വേരിയന്റ് ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവൽ ആണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. അതായത് ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെയുള്ള ഒരു വേരിയന്റ് ആണ്. പേപ്പേഴ്സ് എല്ലാം നിലവിൽ ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തെ വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ്
85,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോഞ്ച് ചെയ്ത് പോകാൻ പറ്റുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രിയോണഡ് യൂസർ ഷോറൂം.